ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ, നമ്മൾക്ക് എന്തുമാത്രം ദൈവാനുഗ്രഹം ലഭിച്ചുവെന്ന്, ആ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ വീണ്ടും ഒരു ദിവസം ദൈവത്തോടു കൂടി ആയിരിക്കുവാനും ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. മക്കളെ തെരഞ്ഞെടുത്തു, ജീവിത പങ്കാളിയെ തെരഞ്ഞെടുത്തു. ആ ദൈവത്തിന് നമുക്ക് കോടാനുകൂടി നന്ദി സമർപ്പിക്കാം. പലരും പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കർത്താവിൽ നിന്നും എനിക്ക് എങ്ങനെയാണ് ഐശ്വര്യം നേടാൻ സാധിക്കുക? എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത്? എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സഹനങ്ങൾ തരുന്നത്? ദൈവവചനം ശ്രവിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ ഒരു വ്യക്തി ദൈവം കൊടുത്തതെല്ലാം നഷ്ടപ്പെട്ടിട്ടും മക്കളും വസ്തുവകകളും എല്ലാം നഷ്ടപ്പെട്ട് തൻ്റെ ശരീരം പോലും പുഴുവരിക്കുന്ന നിലയിലേക്കായിട്ടും തൻ്റെ ജീവിത പങ്കാളിയും സുഹൃത്തുക്കളും നിന്റെ ദൈവത്തെ തള്ളിപ്പറയണം എന്ന് ആവശ്യപ്പെട്ടു പോലും ഈ സഹനങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും അവൻ്റെ പിതാവായ ദൈവത്തെ അവൻ തള്ളിപ്പറയുകയോ ആ ദൈവത്തെക്കുറിച്ച് മോശമായി സംസാരിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ ഇവൻ്റെ അവസ്ഥ കണ്ടിട്ട് അവൻ്റെ സുഹൃത്തുക്കളും ഭാര്യ പോലും അവനോട് പലവട്ടം പറയുന്നുണ്ട്, നിന്റെ ദൈവത്തെ നീ തള്ളിപ്പറയ. അവർ ആ ദൈവത്തെക്കുറിച്ച് മോശമായി പലതും സംസാരിക്കുന്നുണ്ട്. ആ വ്യക്തിയെ ദൈവം എങ്ങനെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം. ഈ തിരുവചന ഭാഗം ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ മക്കൾക്കും ഇന്ന് ഒരനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 10-ാം തിരുവചനം. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു. ഇതിനു മുൻപുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തെക്കുറിച്ച് മോശമായി പറഞ്ഞ ജോബിൻ്റെ സുഹൃത്തുക്കളുടെ അടുക്കൽ ദൈവം തന്നെ ആവശ്യപ്പെടുന്നു, നിങ്ങൾ ജോബിൻ്റെ അടുത്ത് നല്ല കന്നുകാലികളെ കൊണ്ടുപോയി ദൈവത്തിന് വേണ്ടി ബലി അർപ്പിക്കുക അവനെ കൊണ്ട്. അവൻ്റെ പ്രാർത്ഥന ഞാൻ കേൾക്കും, അങ്ങനെ നിങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ക്ഷമിക്കുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്യും എന്ന്. ദൈവത്തിൻ്റെ വചനം കേട്ട ജോബിൻ്റെ സുഹൃത്തുക്കൾ ജോബിൻ്റെ അടുക്കൽ ബലി അർപ്പിക്കുവാനായി ബലിമൃഗങ്ങളുമായി ചെല്ലുമ്പോൾ സന്തോഷത്തോടെ തൻ്റെ സാഹചര്യങ്ങളും തന്നെക്കുറിച്ചും തൻ്റെ ദൈവത്തെക്കുറിച്ചും പറഞ്ഞത് എല്ലാം മറന്നുകൊണ്ട് ക്ഷമിക്കുന്ന ഒരു ഹൃദയത്തോടെ ജോബ് അവരുടെ ബലിവസ്തുക്കൾ സ്വീകരിച്ച് ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ പ്രാർത്ഥന പിതാവായ ദൈവം സ്വീകരിക്കുകയും ജോബിനെ രണ്ടിരട്ടിയായി സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ്റെ ഐശ്വര്യം മുൻപത്തേതിനേക്കാൾ സമൃദ്ധമാക്കി കൊടുത്തു.
ഈ ഐശ്വര്യം അനുഭവിക്കുവാൻ ജോബിനെ ഏകദേശം 140 വർഷത്തോളം ജീവിക്കുവാനും അനുവദിച്ചു. ഇതാണ് നമ്മുടെ സ്നേഹനിധിയായ ദൈവം. അപ്പൻ്റെ അടുക്കൽ എങ്ങനെ പ്രവർത്തിക്കണം, എന്താണ് ചെയ്യേണ്ടതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ, ഈ സത്യവേദ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അനുസരിച്ചാൽ മാത്രം മതി. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും ഈ വചനം ശ്രവിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തർക്കും, നിങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും തലമുറകൾക്കും അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവാനുഗ്രഹവും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.